അയോധ്യയിൽ രാംലല്ല പ്രതിഷ്ഠിക്കപ്പെട്ടപ്പോൾ ലോകമെമ്പാടുമുള്ള ഹൈന്ദവർ ആ നിമിഷത്തെ പ്രാർത്ഥനാപൂർവ്വം വരവേറ്റു. ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും ആഘോഷ പരിപാടികളും നടന്നു. ക്ഷേത്രങ്ങളിലും ആധ്യാത്മിക കേന്ദ്രങ്ങളിലും അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങ് തത്സമയം കാണാൻ ക്രമീകരണങ്ങൾ ഒരുക്കി. 500 വർഷത്തെ കാത്തിരിപ്പും പോരാട്ടങ്ങളും സഫലീകരിച്ചുകൊണ്ട് അയോധ്യയിലെ ഭവ്യക്ഷേത്രത്തിൽ ചൈതന്യമാർന്ന രാംലല്ല പ്രതിഷ്ഠിക്കപ്പെട്ടു. ആ ധന്യനിമിഷത്തിന് സാക്ഷിയായി കോടാനുകോടി രാമഭക്തരും. പ്രാണപ്രതിഷ്ഠാ ദിനമായ ഇന്ന് രാവിലെ മുതൽ ഭാരതത്തിലും പുറത്തുമുള്ള നിരവധി ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും ചടങ്ങുകളും നടന്നിരുന്നു. ഭജനകളും നാമജപങ്ങളുമായി ഭക്തജനസംഗമത്തോടെയാണ് ഹൈന്ദവർ പുണ്യദിനത്തെ വരവേറ്റത്. കൃഷ്ണശില വിഗ്രഹത്തിലേക്ക് ജീവനെ പകർന്നു നൽകിയ നിമിഷത്തെ തൊഴുകൈകളോടെ ജയ് ശ്രീറാം വിളികളോടെ ഭക്തർ സ്വാഗതം ചെയ്തു. ക്ഷേത്രങ്ങളിലും ആധ്യാത്മിക കേന്ദ്രങ്ങളിലും അയോധ്യയിലെ ചടങ്ങുകൾ തത്സമയം കാണാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. പ്രാർത്ഥനയും പ്രതീക്ഷയും പ്രയത്നങ്ങളും നിറഞ്ഞ 500 കൊല്ലത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് അയോധ്യയിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അവതരിച്ചു. രാംലല്ലയുടെ സ്ഥാനാരോഹണം ആഘോഷപൂർവ്വം ഭക്തിപൂർവ്വം കൈകൂപ്പി വണങ്ങി കോടി കോടി ഹൈന്ദവ ജനത. അനുരാഗിനൊപ്പം ഗോകുൽ രമേശ്, അമൃത ന്യൂസ്, പാലക്കാട്.